രക്തബന്ധങ്ങൾക്ക് മാത്രം വില നൽകുന്ന ഈ ലോകത്ത് അതിനെല്ലാം മാറ്റിമറിക്കുന്ന ചില മനുഷ്യരുണ്ട്. അങ്ങനെ ഒരാളെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് മനോജ്. സോഷ്യൽ മീഡിയയിൽ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകളുടെ കണ്ണു നിറക്കുന്ന, അതേസമയം ഒരുപാട് പേർക്ക് ജീവിക്കാൻ പ്രചോദനമാകുന്ന ഒരു കുടുംബത്തിൻ്റെ കഥയാണിത്. ഗംഗ മീനാക്ഷി എന്ന പെൺകുട്ടിയുടെയും അവളുടെ അമ്മയുടെയും അതിജീവനത്തിൻ്റെ കഥ. ഒരു സാധാരണ മനുഷ്യന് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ദയനീയമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ആ അമ്മയും മക്കളും കടന്നുപോയത്. സ്വന്തം അച്ഛൻ അവരെ ഉപേക്ഷിച്ചു പോയപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ അവർ തെരുവിൽ ഭിക്ഷ എടുക്കേണ്ടി വന്നു. മക്കൾക്ക് പഠിക്കാൻ ഒരു പുസ്തകം വാങ്ങുന്ന കാര്യം പോയിട്ട് ഒരു വറ്റെങ്കിലും വയറിലെത്തിക്കാൻ ആ അമ്മ അനുഭവിച്ച കഷ്ടപ്പാടുകൾ വാക്കുകൾക്ക് അപ്പുറമാണ്. ഭയത്തോടെയും വിശപ്പോടെയും തെരുവിൽ കഴിഞ്ഞ ആ രാത്രികളിൽ അവർക്ക് കാവലായി നിന്നിരുന്നത് അവിടുത്തെ തെരുവ് നായ്ക്കൾ മാത്രമായിരുന്നു. ഒരു സ്ത്രീക്കും ഒരു മകൾക്കും ഈ ലോകത്ത് വരാൻ പാടില്ലാത്ത അത്രയും കഠിനമായ അവസ്ഥ. അമ്മ അന്ന് അനുഭവിച്ച ആ സങ്കടങ്ങൾ ഓർത്ത് ഒരഭിമുഖത്തിൽ വിതുമ്പിക്കൊണ്ട് പറഞ്ഞ വരികളിങ്ങനെയാണ്: ഈ ലോകത്ത് ആരെങ്കിലും ചെയ്യുമോ അങ്ങനെ? ഒരു മനുഷ്യനും ചെയ്യൂല. അത്രക്ക് മോശം അവസ്ഥയിലായിരുന്നു ഞാൻ. അന്ന് ആ പുള്ളി വന്നില്ലായിരുന്നെങ്കിൽ എന്നെ കണ്ടുപിടിക്കാൻ പോലും ഞാനിവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഒരു ദൈവത്തെ പോലെ കടന്നു വന്ന മനുഷ്യൻ. അത്രയും ഇരുളടഞ്ഞ പ്രതീക്ഷകളെല്ലാം അവസാനിച്ച ആ നാളുകളിലാണ് മനോജേട്ടൻ എന്ന മനുഷ്യൻ ആ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. യാതൊരുവിധ രക്തബന്ധമില്ലാതിരുന്നിട്ടും ആ അമ്മയെയും അവരുടെ 3 മക്കളെയും അദ്ദേഹം സ്വന്തം നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവർക്കൊരു തണലായി മാറി. ഇന്ന് ആ മകൾ അഭിമാനത്തോടെ പറയുന്നുണ്ട്: ജന്മം കൊണ്ട് അച്ഛനല്ലെങ്കിലും സ്നേഹം കൊണ്ട് എൻ്റെ സ്വന്തം അച്ഛനേക്കാൾ എത്രയോ മുകളിലാണ് എൻ്റെ ഈ അച്ഛൻ്റെ സ്ഥാനമെന്ന്. സത്യത്തിൽ സ്വന്തം ചോരയിൽ പിറന്ന മക്കളെപ്പോലും വഴിയോരങ്ങളിൽ ഉപേക്ഷിക്കുന്ന ഈ കാലത്താണ് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കുടുംബത്തെ മനോജ് തൻ്റെ സ്വന്തമായി കരുതി ചേർത്ത് നിർത്തിയത്. മനുഷ്യത്വം ഇനിയും മരിച്ചിട്ടില്ലെന്ന് തെളിയിക്കാൻ ഇതിലും വലിയ എന്തുദാഹരണമാണ് വേണ്ടത്? ഈ കഥ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു കാര്യം വ്യക്തമാകും: ഒരു കുട്ടിയുടെ അച്ഛനാവാൻ വെറും ജന്മം മാത്രം പോരാ, ആ കുട്ടിയെ ചേർത്ത് നിർത്താനുള്ള വലിയൊരു മനസ്സുകൂടി വേണം. എത്ര കഠിനമായ പ്രതിസന്ധികളിലും പ്രതീക്ഷ കൈവിടാതെ പോരാടിയ ആ അമ്മയുടെയും മകളുടെയും നിശ്ചയദാർഢ്യവും അവർക്ക് തണലായ ആ വലിയ മനുഷ്യൻ്റെ നന്മയും ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ജീവിക്കാൻ പ്രേരണയാകുന്നത്. നന്മയുള്ള മനുഷ്യർ ഇപ്പോഴും നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഭൂമി ഇത്രയും മനോഹരമായി തുടരുന്നതും. ഈ വലിയ മനുഷ്യത്വത്തിന് മുന്നിൽ നമുക്ക് ആദരവോടെ ശിരസ് നമിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.